ഞെട്ടണ്ട. തനിക്ക് 2 തവണ തെറ്റിയപ്പോൾ തന്നെ ഞാൻ കറക്റ്റായിട്ട് ആ ടൈമിംഗ് കാൽക്കുലേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ടേ. കണ്ണ് കാണാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ സാന്ദ്ര. ഇവിടെ വരാറുണ്ടോ? ഇവിടെ ഇടയ്ക്കൊക്കെ. ഫ്രണ്ട്സിന്റെ കൂടെയാ? അല്ല, എനിക്കങ്ങനെ കൂട്ടം കൂടി നടക്കുന്നത് വലിയ താല്പര്യമല്ല. മോളിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും സിനിമയ്ക്കാണെങ്കിലും ഒക്കെ ഒറ്റയ്ക്കാണ് പോവാറ്. സിനിമയ്ക്കോ? ആ, എന്തേ? അല്ല, അവിടെ പോയിട്ട് എന്ത് ചെയ്യും? സിനിമ കാണും. എങ്ങനെ? ആ, താൻ സ്വപ്നം കാണുന്ന കണ്ണ് തുറന്നിട്ടാണോ? അല്ല. അപ്പോൾ സിനിമ എൻജോയ് ചെയ്യാൻ എനിക്ക് കണ്ണ് വേണമെന്നില്ല. എനിക്കത് കേൾക്കാം, ആസ്വദിക്കാം. സിനിമ ജസ്റ്റ് ഒരു വിഷ്വൽ ആർട്ടല്ലല്ലോ, ഒരു ദൃശ്യ ശ്രവ്യ കലയല്ലേ. ഇൻട്രസ്റ്റിംഗ്. ആ, ഇന്ന് മൊത്തത്തിൽ മോളിൽ ആള് കുറവാണെന്ന് തോന്നല്ലേ? ആ, അതെങ്ങനെ മനസ്സിലായി? അത് ആള് കൂടുമ്പോൾ സഫക്കേഷൻ കൂടും. കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഇങ്ങനെ ഒരുപാട് ശ്വസിച്ച് തള്ളിയിട്ടേ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയല്ലേ. ശരിയാ, സത്യമായിട്ടും. ഹലോ, എവിടെ നോക്കിയാണ്? സോറി ചേട്ടാ, സോറി. തനിക്ക് വിഷമായോ? അയാൾ എന്തൊരു മനുഷ്യനാ. ഇതാണ് ലോകം. കണ്ണുള്ളവൻ വന്നിടിച്ചാലും കണ്ണില്ലാത്തവനാണ് കുറ്റം. പോട്ടെ, സാരില്ല, അയാൾക്ക് അറിയാഞ്ഞിട്ടല്ലേ. അതെ, പാവം ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷനിലായിരുന്നിരിക്കും അല്ലേ. ഈ ബ്ലൈൻഡ് ആയവരുടെ സെൻസസ് ഒക്കെ നോർമൽ ആയവരെക്കാളും ഷാർപ്പാന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമല്ലേ? ആയിരിക്കാം. അല്ല, നോർമലായവരെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ എന്താ നോർമലാണോ? അയ്യോ സോറി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, പൊതുവെ ആളുകൾ അങ്ങനെയാണ്. പണ്ടേ ഞങ്ങളെ വിളിക്കാനൊരു പേരുണ്ടല്ലോ, സ്പെഷ്യൽ പീപ്പിൾ. യെസ്, യു ആർ സ്പെഷ്യൽ. ആണോ? താങ്ക് യു. ലക്കി, ഐ എം സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എന്ത്? അല്ല, കഫേയിൽ വെച്ച്. കഫേലാണോ? അല്ല, വാഷ്റൂമിൽ. ഞാനൊന്ന് പറഞ്ഞില്ലല്ലോ. അതാണ്, എന്തെങ്കിലും ഒന്ന് പറയുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാനും. നീ എന്തിനാ ഷോക്കായി? നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട്. എക്സ്പ്രഷനൊക്കെ നിങ്ങളിപ്പോൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടാ. ഇതെനിക്ക് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസാ, മൈ ഫസ്റ്റ് കിസ്. അതിനെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അതേപോലെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ ബാത്റൂമിൽ വെച്ചിട്ടായിരുന്നില്ല. അപ്പം ഇതായിരുന്നു കാര്യം. ഐ എം സോറി ലക്കി, ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. അല്ല, എന്തായിരുന്നു ആ സങ്കല്പങ്ങൾ? അകത്തേക്ക് പറഞ്ഞുതരാം കേട്ടാ. മാറങ്ങട്ട്. ഇനി വീട്ടിനകത്തേക്ക് ഇടിക്കാനാണ്. ഇല്ല. ഒരു കാര്യം ചോദിച്ചാ വിഷമാവോ? ചോദിച്ചോളൂ. ജന്മന ബ്ലൈൻഡ് ആണോ? സോറി, വിഷമായോ? ഇല്ല, അത് പോട്ടെ. കണ്ണ് കാണുമായിരുന്നു, പിന്നെ അതിങ്ങനെ കുറഞ്ഞു വന്നിട്ടൊരു 18 വയസ്സായപ്പോഴേക്കും ഒന്നും കാണാതായി. അല്ല, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ശരിയാവില്ലേ? ട്രീറ്റ്മെൻറ്റ് എടുക്കണേ പൈസ ഒരുപാടാവും. പിന്നെ ഒരു മാച്ചിങ് ആയിട്ടുള്ള കണ്ണ് കിട്ടണം. അതിനേക്കാളുപരി ഒരു ഡോണർ തയ്യാറാവണം. അങ്ങനെ ഒരു മെമ്മറി ചോദിച്ചാൽ എന്തായിരിക്കും ആദ്യം മനസ്സിൽ വരിക? മെമ്മറി തണ്ണീർമത്തൻ. ഈ തണ്ണീർമത്തൻ്റെ കളറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗ്രീൻ റെഡ് കോംബോ. ശരിയാ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? പോവാലോ. ഏത് പടത്തിനാ പോവാ? ഏത് പടം? പിന്നെ പ്രശ്നമാണല്ലോ. അമ്പിളി ജാക്സൺ അല്ല, അമ്പിളി എന്ന് പേരുള്ളൊരു സിനിമ ഇറങ്ങി. അമ്പിളി ഞാൻ പോവാം. അമ്പിളിക്ക് പോവാം. ഞാൻ ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഓക്കെ. എത്രയേട്ടാ? 121. ചേട്ടാ, കാശ്. ആ, ശരി.
നല്ല ഒരു കുറച്ച് മധുരം കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. നൊസ്റ്റാൾജിയാണല്ലോ. മധുര പുളിയാ? മധുരം കുറഞ്ഞ് പൊളിച്ചു തുടങ്ങിയപ്പോൾ നിർത്തി. ഡേയ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആളെടുത്തും എടുത്തോണമെന്നാണോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് മേടിച്ചതാ. മീനാക്ഷി വിളിച്ചിരുന്നു. എന്താ വിശേഷം? അവൾക്ക് അവിടെ ബോംബെയിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് തിരിച്ചുണ്ടാവില്ല. അല്ല, അപ്പം മിഠായി ജോലി റെഡി ആയതിൻ്റെ അതോ തിരിച്ചിങ്ങോട്ട് വരാതെ? രണ്ടാമത് പറഞ്ഞില്ല. അല്ല, അപ്പോൾ അവളെങ്ങനെ ഇങ്ങോട്ട് വരില്ലേ? നിനക്കറിയായിരുന്നോ? അവൾ എന്നോട് ആദ്യം പറഞ്ഞത്. എടാ, അപ്പം നീ അങ്ങോട്ട് പോകുന്നില്ലേ? എന്തിനാണ്? എനിക്കെന്താ അവിടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലേ? എടാ, അല്ല, ഇതിപ്പോൾ അവള് ഈ വീട് മാത്രമല്ല നിന്നെ ഉപേക്ഷിച്ചാണോ സ്കൂട്ടായി? ആരും ഉപേക്ഷിച്ചിട്ടില്ല, സ്കൂട്ടായിട്ടുമില്ല. ഇതിന് മുമ്പോട്ട് പോയാൽ ശരിയാവില്ല, അത്രേ ഉള്ളൂ. കോമയാണോ ഫുൾ സ്റ്റോപ്പ് ആണോ? ഫുൾ സ്റ്റോപ്പ്. അപ്പൊ നിന്റെ കാര്യം? എനിക്കെന്താ? നീ അവളുടെ ഫ്രണ്ടല്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ ഒന്നും ഫ്രണ്ട് അല്ലേ? അതല്ല, അപ്പോൾ അവൾ നീ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ നീയും ഇവിടെ നിൽക്കോ പോ എന്നാണ്? ഞാൻ പോവും, പക്ഷെ നിങ്ങളൊക്കെ കൊണ്ടേ പോവൂ. വന്ന് ഫുഡ് കഴിക്കേ. അപ്പൊ കണ്ടോ, വിശപ്പില്ല, ക്ഷീണം, ഞാനിന്ന് കിടക്കട്ടെ എന്നൊക്കെ പറയും. എന്താ കഴിക്കാൻ? ചപ്പാത്തി എഗ് കറി. ഗുഡ്, നല്ല വിശപ്പ്, എടുത്തോ. ട്വിസ്റ്റ് കറി ഞാനെടുത്ത. വേണ്ട, ഞാൻ എടുത്തോളാം. പിന്നെ ഒരു കാര്യം, മീനു ഇപ്പോഴും നിങ്ങളുടെ നല്ല ഫ്രണ്ട് തന്നെയാണ്. ഓക്കെ, ഞങ്ങളുടെ ബന്ധം എങ്ങനെയായെന്ന് കരുതി അവളോട് ദേഷ്യമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഓക്കെ? ഞങ്ങൾക്ക് എന്ത് ദേഷ്യം? അവൾ മുംബൈയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. അതെപ്പോ കൊടുത്ത ലിസ്റ്റ് നീ എന്താ എന്നോട് പറയാത്തത്? അതങ്ങനെ വലിയ ലിസ്റ്റൊന്നുമില്ല. പോണേ, മുട്ട കഴിച്ചു. എനിക്ക് വേണ്ട, മുട്ട കഴിക്കടാ. വൈറ്റ് മാത്രം മതി.